ഇന്ന് പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ചങ്ങായി വന്നിട്ട് വിളിക്കുന്നത് കണ്ണൂർ പോകാൻ. ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കുന്നല്ലേ, ഒരു ടൈം പാസ് ആയില്ലേ, പിന്നെ ചുറ്റിക്കറങ്ങിയിട്ടൊന്നും വരാം, കണ്ണൂർ മൊത്തം കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ണൂർ കാണാം. അപ്പോൾ കണ്ണൂരല്ലേ? പിന്നെ ഇതൊരൊന്നൊന്നര ട്രിപ്പായിരിക്കും. കണ്ണൂരല്ല ഗൈസ്, തൃശ്ശൂരാണ് ഗൈസ്. നീ ഓരോ തവണ ഒരു വള്ളിയും കൊണ്ട് വരുമല്ലോ. നമ്മൾ മാത്രമല്ല കേട്ടോ, അവരത്തിനും കൂടിയുണ്ട് കേട്ടോ. അവനും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓന് നമ്മൾ കൂട്ടി ഒന്നിച്ചിട്ട്. അപ്പോൾ ട്രെയിനിന് കിട്ടിയില്ല, മിസ്സായി. അപ്പോൾ ബസ് നോക്കുകയാണ് ഗൈസ്. ഇവിടുന്ന് കണ്ണൂർക്ക് ബസ്സിൽ പോയിട്ട് അവിടുന്ന് ട്രെയിൻ ഓടിക്കുക, അതിലെ പരിപാടിയാണ്. ഏകദേശം ഉച്ചയായി കേട്ടോ. ഉച്ചയായതുകൊണ്ട് തന്നെ പിന്നെ ചോറ് തന്നെ വെച്ചിട്ട് വണ്ടി കയറാൻ വിചാരിച്ചു. ഹോട്ടലിൽ കയറിയിട്ട് ബിരിയാണിനെ ഓർഡർ ചെയ്തു കേട്ടോ. ബിരിയാണി എങ്ങനെയുണ്ട്? ആവറേജ് അല്ലേ? അച്ഛൻ എങ്ങനെയുണ്ട് ബിരിയാണി? കൊള്ളാലോ? കൊള്ളാലോ, മോശമില്ല, ആവറേജ്. ചോറെല്ലാം കഴിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പാട് നമ്മൾ പോകാൻ വിചാരിച്ച ബസ് നമുക്ക് മിസ്സായിട്ടാ. എന്നിട്ട് പ്ലാൻ ഒന്നും കൂടി മാറ്റി നമ്മൾ. ഒരു മണിക്കൂർ പോസ്റ്റ്. അപ്പോൾ ട്രെയിന് ഇപ്പോൾ സമയം 2 മണി. അപ്പോൾ ട്രെയിൻ വരുമ്പോൾ ഇനി എന്തായാലും ഒരു 3 മണിയാവും. അപ്പോൾ 1 മണിക്കൂർ ഇവിടെ വെറുതെ ഇരിക്കേണ്ടി വരും. അറിയില്ല, റെയിൽവേൻ്റെ സമയമല്ലേ, 3 മണി പറയുന്നത്. എത്ര മണിക്ക് വരുന്നത് നോക്കാമല്ലോ നമുക്ക്. അങ്ങനെ അധികം ടൈം പോസ്റ്റ് ആണ്ടേ വന്നിട്ടോ. ട്രെയിൻ വന്നിട്ട് ഒരു 3-3:15 ആകുമ്പോൾ ട്രെയിൻ എത്തിന്. ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ കയറിയത്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അല്ല, ജോലിയെല്ലാം കഴിഞ്ഞ് വരുന്ന സമയമല്ലേ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ദുർഘടകരമായ കഷ്ടപ്പാടിനൊഴുകിൽ എത്തി ഗൈസ്. എവിടെ സ്ഥലം ഇത്? കുറ്റിപ്പുറം. കോഴിക്കോടാന്ന് പറഞ്ഞത്, പക്ഷെ ഇതിപ്പോൾ മലപ്പുറം എത്തി. കുറ്റിപ്പുറം ചറ്റാപ്പട്ടി ഏടെ കൊണ്ടെത്തിച്ച്. എന്തിനു വന്നത് ശരിക്കും? വണ്ടിയിൽ ഒരു എഞ്ചിനും ക്ലച്ചും എടുക്കാൻ. എഞ്ചിനും ക്ലച്ചിനെടുക്കാല്ലേ നമ്മളെ കൂട്ടി? നമ്മളെ എഞ്ചിൻ കംപ്ലീറ്റ്ലി ഔട്ടായത്. മിക്കവാറും ചുമട്ടി തൊഴിലാളി ആവേണ്ടി വരും തോന്നുന്നു. എഞ്ചിനെല്ലാം തലയിൽ പുറത്തിട്ട് വരേണ്ടി വരും ലാസ്റ്റ്. നമുക്കിനി വൈബ് പിടിക്കാം. എടാ, കോഴിക്കോട് ബീച്ച്. കോഴിക്കോട് ബീച്ചില് ഈ സാധനം കൊണ്ടല്ലോ, തലയിൽ പുറത്തുണ്ടല്ലോ കോഴിക്കോട് ബീച്ച് മൊത്തം കറങ്ങുന്നത്. സ്പെയർ പാർട്സ് എല്ലാം വാങ്ങിയിട്ട് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. പിന്നെ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ച പരിപാടി നമ്മൾ അങ്ങനെ ക്യാൻസലാക്കി. ഈ സ്പെയർ പാർട്സിന് അത്യാവശ്യം നല്ല കനമുണ്ട്, വെയിറ്റ് ഇല്ലാണ്ട് തന്നെ നമുക്ക് കയ്യിൽ വെച്ച് നടക്കാൻ പറ്റൂലല്ലോ. ആൾമാരല്ലേ, പക്ഷെ ആളുണ്ട്, ഇതിനുണ്ട്. പക്ഷെ നമ്മ അവസാനം ഇപ്പോ എത്ര മണിക്ക് ട്രെയിൻ ബുക്കാക്കി? 11 മണിക്ക് ഞാൻ ബുക്കാക്കി. പക്ഷെ ഫുഡ് കഴിച്ച് നമ്മളൊക്കെ ട്രെയിൻ വന്നു. വേറെ കാര്യമുള്ളൂ, നമുക്ക് ഒരു കാര്യമില്ല. ബോസ് ഒന്നും കഴിയുന്നില്ല. മൂപ്പർ പറയുന്നേ നമുക്ക് അങ്ങനെ കിടക്കുന്ന ട്രെയിൻ മതി. അതെ, ഇപ്പൊ മലപ്പുറത്ത് തന്നെ ഇങ്ങനെ കഴിച്ചിലാക്കാൻ എവിടെയാണ് മനസ്സിലായ? ഞാൻ കഴിച്ചിലാക്കിയാൽ മതി. പ്ലാനിങ് നടക്കുന്നുണ്ട്, പക്ഷെ നല്ല രീതിയിൽ പ്ലാനിങ് നടക്കുന്നത്. കാര്യം നടക്കുന്നില്ല. അല്ലേ, അത്ര ഉണ്ട്. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ ഓൾറെഡി നമ്മൊരു ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അല്ലേ. പിന്നല്ല, ഇവന്മാരെ ഈ ബോക്സും ഡബ്ബയൊക്കെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഭായിമാരെ അത് ഓർമ്മ വരുന്നത്. ഓ, അങ്ങനെ റിട്ടേൺ ട്രെയിൻ കിട്ടിപ്പോയി. സമയം അങ്ങനെ 12:30. അങ്ങനെ കാഞ്ഞങ്ങൾ എത്തിയിട്ടുണ്ടോ? കഷ്ടപ്പാടല്ലേ ഇടിയായില്ല വിളിച്ചിടത്തേക്ക്. കണ്ണൂര് പറഞ്ഞു, കോഴിക്കോട് പറഞ്ഞു, എന്നിട്ട് മലപ്പുറം കൊണ്ടെത്തിച്ചത്. വീട്ടിൽ ഞാനെന്ത് പറയും? തൃശ്ശൂര് നമ്മ ഇങ്ങ് എടുക്കുക, അതായിട്ടില്ല അവസാനം.
അതിനൊരു ഗസ്റ്റ് നല്ലൊരാളായിരുന്നു. മലപ്പുറം നല്ല ആൾക്കാരാട്ടോ, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മളെ കൊണ്ടാക്കി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഗ്യാസ് ഷോപ്പ് ഇറങ്ങാണ്. അപ്പൊ ഗായ്സ്